ലാ റോജ വേഴ്സസ് 3 ലയൺസ്. എല്ലാവർക്കും J7 ഫുട്ബോളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ യൂറോ 2024 ഒരു ചെറിയൊരു പ്രിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാ ചാൻസ് ആർക്കാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത്, സത്യസന്ധമായി പറയുകയാണെങ്കിൽ, ഇത്രയും കളി വെച്ച് നോക്കുകയാണെങ്കിൽ സ്പെയിൻ തന്നെ ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സ്കോഡ് തന്നെയാണ്, ഒരു വല്ലാത്തൊരു സ്കോഡ് തന്നെയാണ് അവർ സ്പീഡിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും അവർ സ്കില്ലിൻ്റെ കാര്യത്തിലും എല്ലാം അവർ മുന്നിലാണ്. അതുകൊണ്ടാണ് ഞാൻ സ്പെയിനിനെ ഞാൻ പറയുന്നത്. എന്ന് വെച്ചുകൊണ്ട് ഞാൻ ഇംഗ്ലണ്ടിനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്ത് പറയുകയൊന്നുമല്ല. ഇംഗ്ലണ്ട് ഈ പ്രാവശ്യം വലിയ പ്രകടനമൊന്നും കാഴ്ചവെക്കാതെ വന്ന് ഇത്ര ഫൈനലിൽ വരെ എത്തി. എങ്കിലും അവർ സെമി ഫൈനലിൽ വന്നപ്പം അപാര കളി എന്ന് വെച്ചാൽ അപാര കളി. ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർ അറ്റാക്ക് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണല്ലോ അതിനെപ്പറ്റി. ആ ഒരു കളി തന്നെ അവർ ഈ ഫൈനലിൽ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതലും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. സാധാരണയായി കളിക്കുന്ന നല്ല കളി കളിച്ച് വരുന്ന ടീം ഇച്ചിരി പുറകോട്ട് പോവുകയും അല്ലെങ്കിൽ വലിയ കളിയൊന്നും കളിക്കാതെ വരുന്നവർ ഫൈനലിലോ അല്ലെങ്കിൽ സെമി ഫൈനലിലോ ഒക്കെ വരുമ്പോഴത്തേന് അവരുടെ വേറൊരു തലം, അവരുടെ കളി മികവ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടും അതേപോലെ തന്നെ തിരിച്ചടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ ആ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ പ്രാവശ്യം കളിച്ച പോലെ തന്നെ കളിക്കുവാണെങ്കിൽ അവർക്കും ചാൻസ് ഉണ്ട്. ഇംഗ്ലണ്ടിൻ്റെ സ്കോഡ് വെച്ച് നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ സ്കോഡിന് വലിയ വ്യത്യാസമൊന്നും വരാൻ ചാൻസ് കുറവാണ്. ഫസ്റ്റ് 11 എൻ്റെ ഒരു അഭിപ്രായത്തിൽ ട്രിപ്പിയർ മാറി ലൂക്ക് ഷാ വരുന്നതായിരിക്കും എനിക്ക് ഇച്ചിരൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ സ്പെയിൻ്റെ സ്കോഡ് എടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ സ്പെയിൻ്റെ സ്കോഡിന് വലിയ വ്യത്യാസമൊന്നും വരാൻ ചാൻസ് കുറവാണ്. പിന്നെ കാർവഹാല തിരിച്ചു വരും. അവർ സെറ്റാണ്, അവരുടെ ടീം സെറ്റാണ്. പിന്നെ അവർക്ക് പറ്റിപ്പോയത് നമ്മുടെ പെഡ്രി പോയതാണ് ഏറ്റവും വലിയൊരു അടിയായിട്ട് നിൽക്കുന്നത്. എങ്കിലും അവർക്ക് അതിന് പകരം പെഡ്രിക്ക് പകരം വലിയൊരാൾ തന്നെ. അന്ന് ഞാൻ ജർമ്മനിയായിട്ട് കളി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പെഡ്രി പോയപ്പോഴത്തേന് അവർ കളി തിരിച്ചു വരത്തില്ല, ഒന്നും പറ്റത്തില്ലെന്ന് ഞാൻ കരുതി. പക്ഷേ അവർ ഡാനിയ ഓൾമോയെ കൊണ്ട് പുള്ളി നല്ല കളിയാണ് കളിക്കുന്നത്. ഈ രണ്ട് ടീമിൻ്റെ അടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ പൊസിഷൻ വീക്കായിട്ട് കിടക്കുന്ന പൊസിഷനാണ് സ്ട്രൈക്കർ പൊസിഷൻ. രണ്ടുപേരും നല്ല കളിയൊന്നുമല്ല കാഴ്ചവെക്കുന്നത്. നമ്മുടെ ഹാരി കെയ്നും മൊറാട്ടയും രണ്ടുപേരും വലിയ കളിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇവരില്ല. ഇപ്പോൾ സ്പെയിനാണെങ്കിൽ വെച്ച് നോക്കുവാണെങ്കിൽ സ്പെയിൻ്റെ 2 വിങ്ങേഴ്സ് തന്നെ നല്ല കളി കളിക്കുന്നുണ്ട്. അവർക്ക് മറ്റ് ഗോൾ അടിക്കാനും വിങ്ങേഴ്സിനെ തന്നെ മതിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ സ്പെയിൻ്റെ കളി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡയറക്റ്റ് ഫുട്ബോൾ വിങ്ങേഴ്സിനെ ഉപയോഗിച്ച് കളിക്കുക, സ്പീഡ് ഗെയിമാണ് സ്പെയിൻ കളിക്കുന്നത്. ഇംഗ്ലണ്ട് ഇച്ചിലൂടെ സ്ലോയിൽ ബിൽഡപ്പ് ചെയ്ത് ഗോൾ അടിക്കുക എന്നുള്ളൊരു മൈൻഡോട് കളിക്കുന്ന ഇങ്ങനെയുള്ള ഒരു ടീം തമ്മിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. അപ്പം നമുക്ക് കണ്ടറിയാം. പിന്നെ 2 മാനേജർമാരെ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ലൂയിസും സൗത്ത് ഗേറ്റും രണ്ടും അടിപൊളി മാനേജർമാരാണ്. സൗത്ത് ഗേറ്റിനെ എടുത്ത് പറയാനാണെങ്കിൽ സൗത്ത് ഗേറ്റ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു ചെറിയൊരു ഭാഗ്യം ചെയ്ത മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളി ഒരു 8 വർഷം കൊണ്ട് ഇംഗ്ലണ്ട് ടീമിൽ വലിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പുള്ളി ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട്. എങ്കിൽ തന്നെ പുള്ളി അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പോൾ 2026 വരെ പുള്ളിയുടെ കരാർ നീട്ടുമെന്നൊക്കെ പറയുന്നു ഇംഗ്ലണ്ട് ടീമുമായിട്ടുള്ളത്. പിന്നെ ലൂയിസിനെ പറ്റി പറയുകയാണെങ്കിൽ 2012 ശേഷം അവരുടെ ഗോൾഡൻ ജനറേഷൻ കഴിഞ്ഞ പിന്നെ സ്പെയിനെ ഏറ്റവും നല്ല ടീമായിട്ട് കാണുന്നത് ഇപ്പോഴാണ്. ഒരു സെറ്റ് ടീമായിട്ട് കാണുന്നത്. അവർക്ക് ഒരു ടീമിലൊരു ഒത്തൊരുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അത് മുന്നോട്ടും അവർ കാണുമെന്ന് വിശ്വസിക്കുന്നു. 2026 ആ ഒരു ലോകകപ്പിനും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടുപേരും നല്ല ഒരു മാനേജർമാരാണ്. പിന്നെ രണ്ടുപേരെ ടെൻഷൻസ് എടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് കൂടുതൽ ഇച്ചിരി ടെൻഷൻ അടിക്കുന്നത് മുഖത്ത് കാണാൻ കഴിയുന്നത് ലൂയിസിനെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സൗത്ത് ഗേറ്റ് അത്ര വലിയ ടെൻഷനുള്ള മനുഷ്യനായിട്ടൊന്നും എനിക്ക് പൊതുവേ കണ്ടിട്ടില്ല. ഇവർ രണ്ടുപേരും കപ്പ് അർഹിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലപോലെ കളിക്കുന്ന ടീം തന്നെ ജയിക്കട്ടെ. എല്ലാവരും ജയിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പം ഏറ്റവും നല്ലപോലെ കളിക്കുന്ന ടീം തന്നെ ജയിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.